മാധവേട്ട, മാധവേട്ട, ദാ ചായ. ചായ കുടിച്ചിട്ട് മാധവേട്ടനൊന്ന് ചെന്ന് കുളിക്ക്. ഞാൻ വെള്ളം ചൂടാക്കി തരാം. സാറാണല്ലോ. സാറേ. മാധവേട്ട. പറയൂ സാർ. മാധവേട്ട, മഴയൊക്കെ അല്ലേ, അതുകൊണ്ട് പണികളൊക്കെ കുറവാ. സ്റ്റാഫിനെ കുറച്ചേ പറ്റൂ. പൊതുവെ എല്ലായിടത്തും ബിസിനസ് പ്രശ്നമാണല്ലോ. സാറേ, സാറ് പറയുന്ന പണികളൊക്കെ ഞാൻ കൃത്യമായിട്ട് ചെയ്യുന്നുണ്ടല്ലോ. അതുകൊണ്ടല്ല മാധവേട്ട, അക്കാര്യത്തിലൊന്നും എനിക്ക് പരാതിയില്ല. പിന്നെന്താ സാറേ? എല്ലാവർക്കും കൂടി ശമ്പളം കൊടുക്കാൻ ഇപ്പൊ ബുദ്ധിമുട്ടാ. പോരാത്തതിന് ഇപ്പോ കമ്പനി മാർക്കറ്റിംഗ് ഒക്കെ ഡള്ള. കിട്ടുന്ന വരുമാനത്തെക്കാൾ ചിലവ് കൂടുതലാ ഇപ്പൊ തന്നെ. സത്യം പറഞ്ഞ ലോസിലാ കമ്പനി മുന്നോട്ട് പോകുന്നത്. ഈ ഒരു അവസ്ഥയിൽ സ്റ്റാഫുകളെ കുറയ്ക്കുന്ന ലിസ്റ്റ് എടുത്തപ്പോ നൈറ്റ് സെക്യൂരിറ്റി മുതൽ കമ്പനി സ്റ്റാഫുകളുടെ എണ്ണം വരെ കുറയ്ക്കേണ്ടി വന്നു. അതുകൊണ്ടാ. നിങ്ങൾ നല്ല ആത്മാർത്ഥതയുള്ള ആളാ, വിശ്വസിക്കാം. പക്ഷേ ഈ സാഹചര്യത്തിൽ തൽക്കാലം നാളെ മുതൽ മാധവേട്ടൻ ജോലിക്ക് വരണ്ട. സാറേ, എന്നെ എന്താ മാധവേട്ട പറഞ്ഞത്? അതെ, ഈ സിമെന്റിന്റെ സ്റ്റോക്കിന്റെ കാര്യം പറഞ്ഞതാ. ഓ, നീ ചെന്ന് വെള്ളം ചൂടാക്ക, എനിക്കൊന്ന് കുളിക്കണം. ഇപ്പൊ ചൂടാക്കാം. അത് കഴിഞ്ഞ് വന്ദനെ ഒന്ന് കാണാൻ പോണം. മാധവേട്ടൻ വരുന്നുണ്ടോ? മാധവേട്ട, എന്താ ചന്ദ്രു പറഞ്ഞത്? വന്ദനയുടെ വീട്ടിലേക്കൊന്ന് പോണം. മാധവേട്ടൻ വരുന്നുണ്ടോന്ന്? ഇല്ല, എനിക്കൊന്ന് വിശ്രമിക്കണം. നീ പോയിട്ട് വാ. ശരി, ഞാൻ വെള്ളം ചൂടാക്കാം. കൊട്ടാരത്തിൽ